മകരവിളക്ക് നടക്കാനിരിക്കെ ശബരിമലയിൽ കുറേ നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി ആളുകളുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. 60,000 പേർക്ക് ഓൺലൈൻ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ഇന്ന് ശബരിമലയിലെത്താം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന പമ്പ സംഗമം ഇന്ന് നടക്കുന്നുണ്ട്. നാളെയാണ് പമ്പ വിളക്കും പമ്പ സദ്യയും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശബരിമലയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഈ മകരവിളക്കിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ടാവും. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ ശ്രീജിത്തിന് പിറകിൽ കാണാം. വലിയ ക്യൂ ഉണ്ട്. അവിടെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടമായല്ലോ. ഈ പമ്പ സദ്യയൊക്കെ ഇന്ന് നടക്കാനിരിക്കെ എങ്ങനെയാണ്, നാളെ നടക്കാനിരിക്കെ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞു ശ്രീജ. സന്നിധാനം എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സുരക്ഷാ പരിശോധനകൾ അടക്കം പൂർത്തിയായി. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി അവസാനഘട്ട സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു. എന്തായാലും ഇന്നു മുതൽ നിയന്ത്രണമുണ്ട്. ഇന്നു മുതൽ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇതിനകം തന്നെ ഫലത്തിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രാവിലെ ഉഷപൂജ ആയതിനാലാണ് നമുക്ക് പിന്നിൽ കണ്ട ഫ്ലൈ ഓവറിൽ അത്രയധികം തിരക്ക് വന്നത്. ആ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ 18-ാം പടിയുടെ കാഴ്ച കണ്ടാൽ തന്നെ വളരെ കുറച്ചു ഭക്തരാണ് കയറി വരുന്നത്. അതായത് ഇതിനകം തന്നെ ഇന്നലെ പോലീസ് ചൂണ്ടിക്കാട്ടിയ കണക്ക് പ്രകാരം ഇതിനകം തന്നെ 1,00,000 ഭക്തർ സന്നിധാനത്ത് വിവിധയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പർണശാലകൾ കെട്ടി ഈ പാണ്ടിത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ട്. പോകുന്ന വഴികളിലെല്ലാം ഭക്തർ രാത്രി കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് 60,000 പേര് വന്നാൽ നാളെ 50,000, മറ്റന്നാൾ 40,000. ഇത്ര ആളുകൾ വന്നാൽ തന്നെ വലിയ തിരക്കിലേക്ക് പോകും. ഏതാണ്ട് 3,00,000 ഭക്തർ ആ ദിവസം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. എന്തായാലും ഇന്നെത്തുന്ന ഭക്തർക്ക് വളരെ സുഗമ ദർശനം ഉറപ്പിക്കാം. പക്ഷേ ഈ ദിവസങ്ങളായി ഇന്നു മുതൽ വരുന്ന ആളുകൾ മുഴുവൻ ഈ മകരവിളക്ക് ദർശനത്തിനായി വരുന്നവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2018 ശേഷം ആദ്യമായാണ് പമ്പ സംഗമം നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ മുഖ്യാതിഥിയായി എത്തുന്നു. വൈകുന്നേരം 4 മണിക്ക് പമ്പാ സംഗമം നടക്കും. നാളെയാണ് ഈ ആലങ്ങാട് അമ്പലപ്പുഴ സംഘങ്ങൾ പമ്പയിലെത്തി പമ്പാ സദ്യയും പമ്പ വിളക്കും ഒക്കെ നടത്തുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി മകരവിളക്ക് ആ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പാണ്. അന്നേ ദിവസം 14 രാവിലെ 8:45 മകരസംക്രമ പൂജയുള്ളത്. വൈകുന്നേരം തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിഞ്ഞാൽ മകരവിളക്ക് തെളിയും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് നിന്ന് ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളുടെ എണ്ണത്തിലൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ എത്തുന്നവർക്ക് ശ്രീജിത്ത് പറഞ്ഞ പോലെ വളരെ ഭംഗിയായി ദർശനം നടത്താം. നാളെ ഇന്ന് പമ്പാ സംഗമം നടക്കും. നാളെ പമ്പാ വിളക്കും പമ്പാ സദ്യയും നടക്കും. എല്ലാം കൃത്യമായി തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്.